ഹലോ. അപ്പം നമ്മൾ വൈകിട്ടൊന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ അകത്തോട്ട് ഓടുന്നു. ഒരാളാണെങ്കിൽ കാത്തു നിന്ന് ക്ഷീണിക്കുമെന്ന് തോന്നുന്നു. എടാ പുറത്തോട്ട് പോവേണ്ട, അകത്തോട്ടല്ല, വാ ടാറ്റ പോകാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ ഓടിപ്പോയി വിളിച്ചപ്പോൾ അവൻ ടാറ്റയൊക്കെ തന്നിട്ട് ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ. ഞങ്ങൾ ഇതേ കഥയൊക്കെ പൂട്ടി കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോവുകയാണ് കേട്ടോ. കാട്ടിൻ്റെ ഇടയിൽ കൂടെ അല്ല, റോഡിൻ്റെ രണ്ട് സൈഡിലും കാട് കയറി കിടപ്പുണ്ട് കേട്ടോ. ഞങ്ങളെ വീട് ഇച്ചിരി ഉള്ളിലോട്ടായതുകൊണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും കാട് കയറി കിടക്കും. അതാ പറഞ്ഞത്. നമ്മൾ അവിടുന്ന് മെയിൻ റോഡിലോട്ട് ഇറങ്ങി പറന്ന് പോവുകയാണ്. അത്ര ഇറക്കത്തൊന്നുമില്ല കേട്ടോ, കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഞാൻ സ്ലോയിലാണ് പോകുന്നത്. അപ്പോൾ വേറെ ഒന്നിനുമല്ല, നമുക്ക് രണ്ട് കൂട്ടം സാധനം വാങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. എൻ്റെ ഈ ഒരു ദേവിക കടയെന്ന് പറയും. ഇവിടെ കിട്ടാത്ത സാധനം ഒന്നുമില്ല കേട്ടോ. ഒരു വീട്ടിലത്തേക്ക് ഇവിടെ A to Z കാര്യങ്ങൾ ഇവിടെ കിട്ടും. ഞാൻ കടയിൽ കയറി പരതുവാ, എന്തോ എടുക്കട്ടെ. നമ്മൾക്ക് ഇങ്ങനെയാണല്ലോ, കടയിൽ കയറുമ്പോഴത്തേക്ക് ആക്രാന്തമല്ലേ. അപ്പോൾ അമ്പാടിക്ക് സ്കൂളിൽ ഓണാഘോഷത്തിന് ഉപ്പേരിയാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഉപ്പേരി എടുത്തിട്ട് അവനത് മതിയോ എന്നൊക്കെ ചോദിക്കുക. 1 കിലോയുടെ പാക്കറ്റാണ് ഞാൻ എടുത്തത്. അത്രയും വേണ്ടായിരുന്നു. എന്നാലും കുഞ്ഞുങ്ങൾ 2 or 3 കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തികയാതിരിക്കരുതല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനതെടുത്തത് കേട്ടോ. അപ്പോൾ അവനതെടുത്തിട്ട് ഒരു ചെറിയ ഉപ്പേരി നമ്മൾ വീട്ടിലത്തേക്കും കൂടെ എടുത്തിട്ട് ഞാൻ അവിടെ കിടന്ന് തപ്പുക. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണല്ലോ അല്ലേ, കടയിൽ കയറി കഴിഞ്ഞാൽ ഏതെടുക്കട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ തപ്പി നടക്കലാങ്ങ്. എന്നാലും ഞാൻ അധികം അവിടെ നിന്നില്ല. കയ്യിലക്കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഓണമൊക്കെ അല്ലേ, നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അത് പ്രത്യേകിച്ച് കൊച്ചുങ്ങളെ കൊണ്ടൊക്കെയാണ് കടയിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിൽ കാണുന്നതെല്ലാം നുള്ളിപ്പറക്കിയെടുക്കും, അല്ലെങ്കിൽ അവരും അതെടുക്കും. അപ്പം ഞാൻ ബില്ലൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് തൊട്ടടുത്ത കടയിൽ ചാടി കയറി 2 ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് ചാടി കയറി 2 ഐസ്ക്രീം എടുത്തു. ഞാനും ഒരെണ്ണം എടുത്തു. 10-ൻ്റെ ചെറിയ ഐസ്ക്രീം ആരൂസിന് മേടിച്ചു കൊടുത്തത്. അമ്പാടിക്ക് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. ആരൂസിനെടുത്ത സെയിം ഐസ്ക്രീം തന്നെ ഞാനും ഒരെണ്ണം എടുത്തപ്പോഴത്തേക്ക് അവൻ അതെൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് അവൻ കഴിച്ചു. പിന്നെ അതിനെയൊക്കെ പിടിച്ച് മേടിച്ച് ഞാൻ കഴിച്ച് സെറ്റായിട്ട് അവിടെ ഇരിക്കും. ആരൂസാണെങ്കിൽ ഭയങ്കര സ്ലോ ഐസ്ക്രീം കഴിക്കാൻ എന്ന് വെച്ചാൽ അവൻ ആസ്വദിച്ചേ കഴിക്കും. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചാടിത്തുള്ളി വണ്ടിയുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് വണ്ടി ലോക്കായിട്ടിരിക്കുക. ലോക്കെന്ന് വിചാരിച്ച് 4 സൈഡിലും വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ വേറെ വണ്ടികളും കൊണ്ടുവച്ചേക്കുക. അവിടെ നിന്നൊക്കെ ഞാൻ വണ്ടിയെ പൊക്കി എടുത്തുകൊണ്ട് വീണ്ടും നമ്മൾ പറക്കുകയാണ്. കുഞ്ഞുങ്ങളെ പറക്കുകയാണ്. പറക്കുന്ന വേറെ എങ്ങോട്ടും അല്ല, അടുത്തൊരു കടയിലോട്ട് കയറണം. ഞാൻ ഓടി ആ കടയിലോട്ട് ചെല്ലാൻ നോക്കിയപ്പോഴുണ്ടോ അവിടുത്തെ അങ്കിള് കടയൊക്കെ അടച്ചു കൂട്ടിയിട്ട് പോകാൻ പോകുന്നു. ഞാൻ അങ്കിളെ അയ്യോ കട അടയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ചാടി ഇറങ്ങിയിട്ട് എന്തോ മേടിക്കാൻ പോകുന്നതില്ലേ. മെയിനായിട്ട് ഈ കാര്യം വാങ്ങാനാണ് ഞാൻ ഇവിടെയൊക്കെ ഇറങ്ങിയത്. ഈ രാത്രി ഇറങ്ങിയത് തന്നെ ഇതാണ്. അപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, വീടൊക്കെ അടിച്ചു വാരണ്ടേ. അപ്പോൾ എൻ്റെ ചൂലങ്ങ് പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചൂല് വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നല്ല ചൂല് നോക്കി വാങ്ങാൻ നോക്കിയപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു പ്ലാസ്റ്റിക് ചൂല് നല്ലതാന്ന് പറഞ്ഞ് എന്നോട് പറയുമായിരുന്നു. അത് പ്ലാസ്റ്റിക് ചൂല് നല്ലതാ, അത് പോകത്തില്ല, ഒടിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ചേട്ടൻ പറഞ്ഞതല്ലേ, എന്നാൽ പ്ലാസ്റ്റിക് ചൂല് ഇപ്രാവശ്യം വാങ്ങി നോക്കാമെന്ന് കരുതിക്കൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് ചൂലാണ് വാങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ പൈസ കൊടുത്തിട്ട് ഇറങ്ങിയപ്പോഴാണ് ഓർത്ത് ബാലൻസ് വാങ്ങിയില്ല. പിന്നെ ആ ചേട്ടൻ്റെ പുറകെ വച്ചടിച്ചു ബാലൻസ് വാങ്ങാനായിട്ട്. അങ്ങനെ ബാലൻസൊക്കെ വാങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഓടി വീട്ടിലോട്ട് വന്നു. വീട്ടിൽ ചാടി തുള്ളി വന്ന് മഴയായതുകൊണ്ട് തുണിയൊക്കെ നനച്ച് പോർച്ചിലാണ് കേട്ടോ ഇട്ടിരുന്നേ. അപ്പോൾ അമ്പാടിക്കുട്ടന് വയ്യാത്തതുകൊണ്ട് അമ്പാടി ഇന്ന് അകത്ത് കയറി. ഞാൻ ഓടിപ്പോയി ഗേറ്റൊക്കെ അടച്ചു. അമ്പാടിക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് അവന് വയ്യാന്ന് പറഞ്ഞു. വയ്യെങ്കിലും അവൻ ആരൂസിനെ എടുത്ത് പൊക്കിക്കൊണ്ടൊക്കെയാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഗേറ്റൊക്കെ അടച്ച് വന്ന് ഞങ്ങൾ വീട്ടിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ആരൂസ് ആ ചൂലും കൊണ്ട് ഓട്ടം ഒരു വിധത്തിൽ തരത്തില്ല. അമ്പാടിയാണെങ്കിൽ ക്ഷീണിച്ച് തളർന്ന് അവിടെ വന്നിരിക്കുമായിരുന്നു കേട്ടോ. ഹായ് ഹലോ. അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ്. ഇവിടെ സമയം 7:45 എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നാണെങ്കിൽ പ്രത്യേകിച്ച് ഉച്ചയ്ക്കകത്തേക്ക് ഒന്നും വെക്കേണ്ട. രാവിലെ അപ്പവും കിഴങ്ങേറിയായിരുന്നു. അത് അമ്പാടിക്ക് കൊടുത്തു വിട്ടിട്ട് ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രമൊക്കെ ഒന്ന് കഴുകി വയ്ക്കുമായിരുന്നു. ആരൂസ് തൊട്ട് ഉണർന്നിട്ടില്ല. ആരൂസ് ഉറക്കമാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു പരിപാടി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഓണമൊക്കെ അല്ലേ, നാളെ കഴിഞ്ഞ് ഓണമല്ലേ, വീടൊക്കെ ഒന്ന് തൂത്തുവാരി തുടയ്ക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരൂസ് തൊട്ട് എഴുന്നേൽക്കുന്നതിന് മുന്നേ നമുക്കത് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത പണിയിലോട്ട് കിടക്കാം. അതിന് മുന്നേ ഞാൻ രാവിലെ കൗണ്ടർ ടോപ്പ് ഒക്കെ അതൊന്ന് പാത്രമൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആണെങ്കിൽ അളിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക. അത് കാണുമ്പോഴത്തേക്ക് ജോലിയൊന്നും ആയില്ല എന്ന് മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കും. ഇന്ന് ഞങ്ങളെ ഒരിടത്ത് സാമിക്കഞ്ഞി കുടിക്കാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഉച്ചത്തേക്കൊന്നും വയ്ക്കേണ്ടെന്ന് വിചാരിച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ പോയി കഞ്ഞി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് വീടൊക്കെ ഒന്ന് തുടയ്ക്കാം. ആരൂസ് എഴുന്നേറ്റാൽ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ
എൻ്റെ കിച്ചണൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ആരൂസ് കൂട്ടൻ ഉണർന്നൊന്ന് നോക്കാനായിട്ട് എപ്പോഴത്തേക്ക് ആരൂസ് ഉണർന്നിട്ടില്ല, സുഖം ഉറക്കമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റൂം ഇപ്പോൾ തൂക്കുകയും തുടയ്ക്കുകയൊന്നും വേണ്ട, അവനവിടെ കിടന്ന് ഉറങ്ങട്ടെ, ബാക്കിയുള്ളിടം തൂത്ത് തുടയ്ക്കാം. അപ്പോൾ ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി. ഇന്നലെ മേടിച്ച ചൂലെടുത്ത് വെച്ച് നോക്കുമായിരുന്നു കേട്ടോ. ആ ചൂല് പ്ലാസ്റ്റിക്കിൻ്റെ ചൂല് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്, അപ്പോൾ അത് എടുത്ത് നോക്കണമല്ലോ. നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തെന്നറിയോ, പൊടിയില്ല. മറ്റേ ചൂല് വാങ്ങുമ്പോഴത്തേക്ക് അതിൽ നിന്നെല്ലാം പൊടിയല്ലേ, ഒരു 2 ദിവസം തൂത്ത് വാരാകുമ്പോഴത്തേക്ക് ആ വീട് നിറച്ച് ആ ചൂലിലെ പൊടി കൊണ്ട് വയ്യായിരിക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ചൂലിൽ അങ്ങനെ ഒരു ഇതില്ല, കുഴപ്പമില്ല, പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ചാടിത്തുള്ളി വീട് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് പോയിട്ട് സെറ്റിയുടെ കവറെല്ലാം കൊണ്ട് നനയ്ക്കാനായിട്ട് കൊണ്ടുപോയിട്ട് പുതിയ ചൂലിൽ മേടിച്ച് എൻ്റെ അഹങ്കാരത്തിൽ ഞാൻ ഓടിപ്പോയി ഫാനൊക്കെ ഫാനൊക്കെ തട്ടിക്കൊടന്നിട്ട് ഞാൻ ആ ടീപ്പൊക്കെ വലിച്ച് നീക്കി. എന്തിനാണെന്നറിയാം, ആ ജനലിൽ നിറച്ച് വലയുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ തൂക്കുമ്പോഴാണ് ചൂലുകൊണ്ട്, ആ തൂക്കുന്ന ചൂലുകൊണ്ട് തന്നെ ജനലിലെ വലയും ഫാനും ഒക്കെ അടിക്കാറുണ്ട്. അങ്ങനെ അടിക്കുന്നത് കാരണം എൻ്റെ ചൂലിൻ്റെ തുമ്പ് എപ്പോഴും ഒടിഞ്ഞൊടിഞ്ഞു പോകും. പുൽച്ചൂല് മേടിച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ തൂക്കുമ്പോൾ ഈ ഫാനിൻ്റെ വലയും ജനലിൻ്റെ വലയും പൊടി അങ്ങനെയുള്ളതൊക്കെ അടിക്കുന്നവർക്ക് ഈ പ്ലാസ്റ്റിക് ചൂല് ബെസ്റ്റാണ് കേട്ടോ. കാരണം ഒടിയത്തില്ല. നമ്മൾ പുൽച്ചൂല് വെച്ചാണ് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എപ്പോൾ പുൽച്ചൂല് ഒടിഞ്ഞൊടിഞ്ഞ് പോയെന്ന് വിചാരിച്ചാൽ അത് തുമ്പ് അത്രേ ഒടിയും. പക്ഷേ ഈ ചൂല് കൊള്ളാം കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ആ ജനലിലൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തുകയൊക്കെ ചെയ്താൽ അത് ഒടിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് ആരൂസ് കുഞ്ഞിങ്ങയെന്ന് വിളിച്ചപ്പോൾ ഞാൻ ഓടിപ്പോയി ഒന്ന് നോക്കിയിട്ട് ഒരു തുണി എടുത്തോണ്ട് കൃഷ്ണനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക കേട്ടോ. ഞങ്ങളെ പാല് കാച്ച് കഴിഞ്ഞ ശേഷം അമ്മ കൊണ്ടു തന്നതായിട്ടോ ഈ കൃഷ്ണൻ്റെ ഒരു പ്രതിമ, വീട്ടിൽ ഇരുന്നതാണ്. അപ്പോൾ അതൊക്കെ തുടച്ച് വച്ചിട്ട് ഞാൻ എല്ലാം സ്പീഡിൽ ചെയ്യുക. കാരണം ആരൂസ് എഴുന്നേറ്റാൽ ഒരു പണിയും നടക്കത്തില്ല, ഓടി നടന്ന പക്ഷേ ഈ ചൂലിന് ഒരു ഇതുകൊണ്ട് പൊടി പോവും. എങ്ങനെ നമ്മൾ ഇച്ചിരി ചരിച്ച് തൂക്കണം. ചൂല് നല്ലതായിട്ട് ചരിച്ച് തൂത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പൊടി പോകുമെന്ന് തോന്നുന്നു. അല്ലാതെ നമ്മൾ മറ്റേ പുൽച്ചൂല് പോലെ നിന്നുകൊണ്ട് ഇങ്ങനെ തൂത്താ പൊടിയൊന്നും പോകത്തില്ല. പക്ഷേ ഫാനിൽ വലയടിക്കാനും നമ്മൾ തൂക്കുമ്പോൾ തന്നെ ഈ ഡോറിൻ്റെ പുറകിലും ഈ ജനലിലും ഈ ചുവരിലൊക്കെ ഇരിക്കുന്ന വലയൊക്കെ അടിച്ചടിച്ച് തൂക്കുന്നവരാണെങ്കിൽ ഈ ചൂല് ബെസ്റ്റാണ് കേട്ടോ, ഒടിയത്തില്ല. അതിന് ഞാൻ ഈ ചൂല് നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇച്ചിരി തൂക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ചായച്ച് തൂക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ എല്ലാം തൂത്ത് വാരിയിട്ട് ഓടിപ്പോയി തുടയ്ക്കാമെന്നും പറഞ്ഞ് ബക്കറ്റും വെള്ളവും പൊക്കിക്കൊണ്ട് വന്നിട്ട് തുടയ്ക്കാൻ. അപ്പം ഞാൻ ഓർത്തെന്നറിയോ, ഞാൻ വീട് ആഴ്ചയിലൊരിക്കൽ എനിക്ക് പറ്റുന്ന സമയത്ത്, ഇപ്പോൾ പറ്റാറില്ല എന്നാലും ഞാൻ മാക്സിമം ആഴ്ചയിലൊരിക്കൽ വീട് തുടയ്ക്കും. കാരണം കുഞ്ഞുള്ളതുകൊണ്ട് കുഞ്ഞ് താഴെ കിടന്നിട്ട് തറയൊക്കെ നക്കും. പിന്നെ എന്തോ കഴിക്കാൻ കൊടുത്താലും അവൻ താഴെ ഇട്ടിട്ട് താഴേന്ന് നുള്ളിപ്പറകി കഴിക്കാൻ അവനിഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ മിക്കവാറും ആഴ്ച തോറും വീട് തുടയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ ഞങ്ങൾ പണ്ട് ഈ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ഈ തുടച്ചിടം തന്നെ വീണ്ടും തുടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ആദ്യം തുടച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ തന്നെ ഒരു ചെറിയ കറുത്ത കുത്ത് കണ്ടാൽ അത് പോകുന്നത് വരെ ഇട്ട് തുടയ്ക്കും. അങ്ങനെ തുടച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നിന്നാൽ ശരിയാകത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അമ്മ വിളിച്ചു. അത് ഓടിപ്പോയി ഫോണൊക്കെ എടുത്തിട്ട് വീണ്ടും തുടയ്ക്കാൻ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ തുടച്ചാൽ ശരിയാകത്തില്ലല്ലോ, ആരൂസ് എഴുന്നേക്കുമല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടായിട്ടോ ഓടി നടന്ന് തുടച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കുണ്ടോ അവിടെ ആരൂസ് കുഞ്ഞിൻ്റെ മുക്കലും മുളലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ ആരൂസേ കരയല്ലേ, അമ്മ വരുവാ, മകൾ ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടയ്ക്കുന്നത്. അപ്പം ഞാൻ സ്പീഡിന് തുടച്ച് തീർക്കാമെന്നും വിചാരിച്ച് ചടപടേന്ന് തുടയ്ക്കുക കേട്ടോ. ഓടിച്ചാടി നടന്നൊക്കെ തുടയ്ക്കുമായിരുന്നു. ആരൂസ് കിടന്ന റൂം ഒഴിച്ച് ബാക്കി സിറ്റ് ഔട്ട് ഒഴിച്ച് ബാക്കി എല്ലായിടവും ഞാൻ തുടച്ചിട്ട് ഇവിടെ തുടച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആരൂസ് കുഞ്ഞിൻ്റെ അനക്കം കിടന്നത്. അപ്പോൾ ആരൂസ് കുഞ്ഞ് കരച്ചിൽ തുടങ്ങി. ഞാനപ്പോൾ അവിടെ വെച്ചിട്ട് ഓടിപ്പോയി ആരൂസ് കുഞ്ഞിനെ എടുത്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ പണി ഇവിടെ കൊണ്ട് നിൽക്കുകയാണ്, കുഞ്ഞുങ്ങളെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു. ഇന്നത്തെ വീഡിയോ തീർന്നു.